നമസ്കാരം. ഇലക്ട്രിക് കാർ വിപണിയിൽ തേരോട്ടം നടത്തുകയാണ് MG മോട്ടോഴ്സ്. പെട്രോൾ, ഡീസൽ മോഡലുകളിലൂടെ കാര്യമായ സ്വാധീനം ചെലുത്താനാവാതെ വിഷമിച്ചിരുന്ന ബ്രാൻഡ് വൈദ്യുത വാഹന രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയത് സമാനതകളില്ലാത്ത സ്വീകാര്യതയാണ്. ടാറ്റ മോട്ടോഴ്സ് അരങ്ങുവാണിരുന്ന EV സെഗ്മെന്റ് ഒറ്റയടിക്ക് തട്ടിയെടുക്കാനും JSW MG മോട്ടോഴ്സിനായിട്ടുണ്ട്. അതിന് സഹായിച്ചതാവട്ടെ ZS EV, കോമറ്റ് EV, വിൻസർ EV എന്നീ മൂവർ സംഘമാണ്. നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇലക്ട്രിക് കാർ ബ്രാൻഡാണ് MG. പോയ മാസം മൊത്തത്തിൽ 3163 യൂണിറ്റുകൾ വിറ്റഴിച്ച് ടാറ്റയ്ക്ക് പിന്നാലെ പായാനും കമ്പനിക്കായിട്ടുണ്ട്. ഇതിന് സഹായകമായതാവട്ടെ ഏറ്റവും പുതിയ വിൻസർ EV ആണ്. വിമാനത്തിലേതുപോലെയുള്ള യാത്രാ സുഖം തരുന്ന കാറിനെ ഇരു കൈയും നീട്ടി ഇന്ത്യക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. അതുല്യമായ ബാറ്ററി ആസ് എ സർവീസ് സേവനവും മത്സരാധിഷ്ഠിത വില നിർണ്ണയവും കൂടിയായപ്പോൾ സംഗതി കളറായിരുന്നു. അങ്ങനെ പല മത്സരങ്ങളിലും ടാറ്റ നെക്സോൺ EV കടത്തിവെട്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഇലക്ട്രിക് കാറായി മാറാനും വിൻസറിനായിട്ടുണ്ട്. പോയ മാസം MG മോട്ടോഴ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയ വാഹനവും ഈ ക്രോസ് ഓവർ ബാറ്ററി മോഡലാണ്. നവംബറിൽ 3100 വിൻസർ EV യൂണിറ്റുകളുടെ മൊത്തം വിൽപ്പന രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. 1106 യൂണിറ്റുകൾ വിറ്റഴിച്ച ഹെക്ടറാണ് നവംബറിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട രണ്ടാമത്തെ MG കാർ. നവംബറിലെ വിൽപ്പനയിൽ MG വിൻസർ EV, മഹീന്ദ്ര XUV 400, സിട്രൺ EC3 തുടങ്ങിയ എതിരാളികളെയും ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസെൻസ് എന്നിങ്ങനെ 3 വേരിയന്റുകളിലായി വിപണിയിലെത്തുന്ന മോഡലിന് 13.50 ലക്ഷം രൂപ മുതൽ 15.50 ലക്ഷം രൂപ വരെയാണ് എക്സ്ഷോറൂം വിലയായി മുടക്കേണ്ടി വരുന്നത്. ഉപയോക്താക്കൾക്ക് ബാർ സ്കീമും, അതായത് ബാറ്ററി ആസ് എ സർവീസ് സ്കീമും തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്. ബാറ്ററി ഒരു സേവനമായി വാങ്ങുകയാണെങ്കിൽ MG വിൻസർ EVയുടെ ബേസ് മോഡലിന് 9.99 ലക്ഷം രൂപ മുടക്കിയാൽ മതിയാകും. പക്ഷേ ബാറ്ററി വാടകയ്ക്ക് എടുക്കുമ്പോൾ ഓടുന്ന ഓരോ കിലോമീറ്ററിന് 3.50 രൂപ വാടകയായി ബാറ്ററി വാടകയായി നൽകേണ്ടി വരുമെന്ന് മാത്രം. എന്നിരുന്നാലും വിപണിയിലെ പെട്രോൾ കാറുകളേക്കാൾ ഏറെ ലാഭകരമാണ് ഈ പദ്ധതി. ഒരു വലിയ ഹാച്ച് ബാക്ക് പോലെയാണ് കാണപ്പെടുന്നതെങ്കിലും ഒരു MPVയുടെ സ്പേസും പ്രായോഗികതയുമാണ് MG വിൻസറിൽ ഒരുക്കിയിട്ടുള്ളത്. ധാരാളം ഫീച്ചറുകൾ, വിശാലവും പ്രായോഗികവുമായ ഇന്റീരിയർ, നല്ല പെർഫോമൻസും റേഞ്ചും എന്നിവയെല്ലാം ഒത്തിണങ്ങിയ ക്രോസ് ഓവർ ഇലക്ട്രിക് കാറിന് 38 kWh ബാറ്ററി പാക്കാണ് തുടിപ്പേക്കുന്നത്. സിംഗിൾ ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയിരിക്കുന്ന EVക്ക് 134 bhp പവറിൽ പരമാവധി 200 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകും. സിംഗിൾ ചാർജിൽ 332 km റേഞ്ചാണ് വിൻസർ വാഗ്ദാനം ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉള്ളതിനാൽ 45 kWh DC ചാർജർ വഴി 55 മിനിറ്റിനുള്ളിൽ 10 മുതൽ 80% വരെ ബാറ്ററി പാക്ക് വേഗത്തിൽ ചാർജ് ചെയ്യാനാകും. 6 എയർ ബാഗുകൾ, ECS, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഓട്ടോ ഹോൾഡ് ഉള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, TPMS, ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ് ആങ്കറേജുകൾ, റിയൽ പാർക്കിംഗ് സെൻസറുകളുള്ള 360-degree ക്യാമറ എന്നീ സേഫ്റ്റി ഫീച്ചറുകളും വണ്ടിയിലുണ്ട്. ഫീച്ചർ റിച്ചായ കാറിന് വിമാനത്തിന് സമാനമായ യാത്രയാണ് സമ്മാനിക്കാനാവുന്നത്. 15-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 9 സ്പീക്കർ ഇൻഫിനിറ്റി ഓഡിയോ സിസ്റ്റം, 8.8-inch ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോള്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനാവുന്ന ഡ്രൈവർ സീറ്റ്, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് വീൽ എന്നിവയെല്ലാം ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ റിക്ലൈൻ ചെയ്യാവുന്ന റിയർ സീറ്റ്, പനോരമിക് ഗ്ലാസ് റൂഫ്, വയർലെസ് ചാർജിംഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളർ, LED ലൈറ്റിംഗ്, 18-inch ക്രോം അലോയ് വീലുകൾ, ഫ്ലോട്ടിംഗ് റൂഫ് ലൈൻ, പോപ്പ് ഔട്ട് ഡോർ ഹാൻഡിലുകൾ തുടങ്ങിയ ഫീച്ചറുകളും കൂടി ചേരുന്നതോടെ MGയുടെ ഇലക്ട്രിക് കാർ കിടിലമാവുന്നുണ്ട്.